ഹലോ. ഹലോ. ആ ലിയാക്കത്തലയല്ലേ? അതെ. ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചതായിരുന്നു. ആ ഫ്രീ ആണോ? പറഞ്ഞോ. ആ, ഞാൻ ചോദിക്കുന്നത്, എന്നാണ് ശരിക്കും ഈ റിലീജിയനിൽ നിന്ന് പുറത്ത് കിടക്കുന്നതെന്നാണ് ഫുള്ളായിട്ട് ഇത് വേണ്ട? അത് ആ, അങ്ങനെ ഒരു ഫൈൻ ഡേ അങ്ങനെ തീരുമാനിച്ചൊന്നല്ല. അതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ. മതം എന്നാലും ഒന്നാകെ നമുക്കൊരു എടുത്തു ഒരു കളയുന്നല്ലോ. നമ്മൾ ഒരു ആദ്യം ആദ്യം ഫിനിഷിംഗ് പോയിന്റ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഇനി എന്തായാലും ഇതിലേക്ക് ഇല്ല എന്നുള്ളൊരു. അതാ പറഞ്ഞത്, ഒരു സംഭവമായിട്ടല്ലെന്ന് പറയാം. നമ്മള് ആ, അതിങ്ങനെ ഒരു ട്രാൻസിഷൻ അല്ലേ. ഇപ്പം ഓക്കെ. ആദ്യം നമുക്ക് ഇതിനകത്ത് പല പ്രശ്നങ്ങൾ തോന്നും. പിന്നെ അതിനകത്ത് പിന്നെ ചില ഹദീസുകളുടെ പ്രശ്നങ്ങൾ തോന്നും, അന്ധവിശ്വാസങ്ങളുടെ പ്രശ്നങ്ങൾ. ഇപ്പം സുന്നി മുജാഹിദ് ആവുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ എന്നതുപോലെ അതിങ്ങനെ അവിടെ നിൽക്കാതെ അങ്ങനെ 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 പോകുന്നുള്ളൂ. ഘട്ടം ഘട്ടമായിട്ടാണ്. ഏകദേശം ഈ ട്രാൻസിഷൻ എത്ര? വർഷമൊക്കെ പറയാം. നമുക്കിപ്പോ ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്റെ പഠനവും എന്റെ ബോധ്യങ്ങളിലേക്ക് എത്താനുള്ള സമയം എന്നൊക്കെ പറഞ്ഞത് ഒരു 6-7 വർഷത്തെ ജേണിയാണ്. ഓക്കെ. അപ്പൊ അതിനുശേഷം, അതായത് ഇപ്പൊ മൊത്തമായിട്ട് ഇത് കയ്യിൽ നിന്ന് പോയ സമയം മുതല് ഉം. ഇതുവരെ ഒരു സംശയം തോന്നിയിട്ടില്ലേ? ഇത് ശരിക്കും ഈ റിലീജിയൻ ഇനി സംശയം തോന്നുന്ന സമയത്ത് നമ്മൾ സത്യമാണെങ്കിലോ? പഠിക്കല്ലേ ചെയ്യാം. അതെ. അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നുന്ന സമയത്ത്, ഇത് പഠിക്കുന്ന സമയത്തും ഇത് ശരിയാണെന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ അതെങ്ങനെയാ ചോദിക്കുന്നത്. വെച്ചാല്, ഇത് ശരിയാവാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതിനകത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എന്റേത്. ആ, അപ്പോ അത് ഇങ്ങനെ ദയനീയമായിട്ട് ഓരോ സ്റ്റെപ്പും പരാജയപ്പെട്ടിട്ടാണ് നമ്മൾ പുറത്തെത്തുന്നത്. ആ. അതല്ലാതെ നമ്മളിപ്പോ എന്തെങ്കിലും സാധനം കണ്ടോ ആവേശം തോന്നി എന്നാ നീ പുറത്താണെന്ന് പറഞ്ഞിട്ട് പിന്നൊന്ന് ആലോചിച്ച് സംശയിക്കുന്ന കാര്യമൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. അല്ല, അപ്പൊ ഈ പഠനം പൂർത്തിയായിട്ടുണ്ടോ ഇപ്പൊ നിലവില്? എന്നെ സംബന്ധിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ്. എന്റെ അല്ല. ബോധ്യങ്ങൾ ക്ലിയർ ആണ് എന്നാണ് എന്റെ ബോധ്യം. ആണല്ലോ, നമ്മളെ ബോധ്യങ്ങളാണ് പ്രധാനം. ആ, അതിന്റെ അർത്ഥം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട എല്ലാ മൂല്യന്മാരുടെയും എല്ലാ ഗ്രന്ഥങ്ങളും കാണാതെ പഠിച്ചൊന്നുമല്ല. ആ. വിഷയങ്ങള് അതിന്റെ അല്ല, അടിസ്ഥാനത്തിൽ അപ്പൊ ക്ലിയർ. ആ കോൺഫിഡൻസ് എങ്ങനെയാണ് കിട്ടിയത്? എങ്ങനെയാണ്, അതായത് ഇനി ഞാൻ ഇതിലൊന്നും ഇതെന്തായാലും ശരിയല്ല, എന്റെ നിലവിലെ ബോധ്യത്തില് ഇത് ശരിയല്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഓൾമോസ്റ്റ് പഠിച്ചാലല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഓൾമോസ്റ്റ് പഠിക്കണം. ഓക്കെ. അപ്പൊ അതിനർത്ഥം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ആ, ഖുറാൻ എത്ര പരിഭാഷ ഉണ്ടാവും? കേട്ടില്ല. ഖുറാൻ എത്ര തഫ്സീർ ഉണ്ടാവും? എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്. അതാ പറഞ്ഞത്, അത് മൊത്തം പഠിക്കാന്ന് പറഞ്ഞത് മനുഷ്യ സാധ്യമല്ലല്ലോ. ആ, ആ. ഹദീസ് ഗ്രന്ഥങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് അറിയാം, എത്ര എണ്ണം ഉണ്ടാവുന്നത്? ഇല്ലില്ല. ആ അപ്പൊ നമ്മൾ അതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള കാര്യങ്ങളിലാണല്ലോ പഠനം നടത്തുന്നത്. ആ, അപ്പൊ അതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ബോധ്യമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാല് ഞാൻ കൂടുതലും ഊന്നുന്നത് ഈ സോഷ്യൽ വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഐഡിയോളജിയിലൊക്കെയാണ്. മീൻസ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള വശങ്ങള് മനുഷ്യരുടെ ജീവിതത്തിനെ നേരിട്ട് ബാധിക്കുന്ന റൈബിലുള്ള മറഞ്ഞ കാര്യത്തിലുള്ള കഥകളല്ല എന്നെ സംബന്ധിച്ച വിഷയം. ഉം, നമുക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളിലുള്ള നിലപാടുകളാണ്. അത് എളുപ്പമാണ് അസസ് ചെയ്യാൻ. ഉം, ഉം, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അടിമത്തൊക്കെ ഇടക്കിടക്ക് പറയുന്നത്. ഉം, ഉം. എനിക്കത്ര പ്രോപ്പറായിട്ടത് ഡൈജസ്റ്റ് ആയില്ല. എന്നിരുന്നാലും, എന്താണ് മനസ്സിലാവാത്ത? ഞാൻ പറഞ്ഞത് അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധനം തെറ്റാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഉം. അത് തെറ്റാണെന്നുള്ള പൂർണ്ണ അറിവ് നമുക്ക് ഉണ്ടാവണം. അതായത് തെറ്റാണെന്നുള്ള അറിവുണ്ടല്ലോ. ഇപ്പൊ അടിമത്തം തെറ്റാണോ അല്ലേ അല്ല, നിങ്ങൾ പറയും. അങ്ങനെ ഒരു അറിവ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഉം. നമ്മളത് പൂർണ്ണമായിട്ടും പഠിക്കണ്ടേ? അതാണ് നീ പറഞ്ഞത്. അതിനുള്ള പഠനം പഠിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു 1500 ഹദീസ് ഗ്രന്ഥങ്ങളുടെ ചിലപ്പോൾ ഉണ്ടാവും. ആ, ഈ 1500 ഹദീസ് ഗ്രന്ഥം പഠിക്കണ്ടല്ലോ. സിഹാഹു സിത്ത എന്ന് പറഞ്ഞ 6 അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഉം, ഏറ്റവും പ്രബലമായത്. ഉം. അതും ഖുർആാനും അതിന്റെ ആധികാരികമായിട്ടുള്ള തഫ്സീറുകൾ ഒരു 4-5 ഒക്കെ മര്യാദക്ക് പഠിച്ചാൽ ഇത് ഏകദേശം ഒരു ധാരണ കിട്ടൂല ഇത് അല്ല, എന്താന്നുള്ളത്. അപ്പം അതായത് ഇപ്പൊ മുസ്ലിം പുരോഹിതര്, ഉം. ഉസ്താദന്മാര്, ഇവരെല്ലാം ഇത് പൂർണ്ണമായിട്ടും പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകള്, ഉം. ഇവരെന്തുകൊണ്ട് പിന്നെ മതം വിടുന്നില്ല? ഒരു മൈനോറിറ്റി മാത്രം എന്തുകൊണ്ട് ഇതിലേക്ക് ഈ മതം വിടാൻ തയ്യാറാകുന്നു? അത് എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതും ആളുകൾ എങ്ങനെ അത് പ്രോസസ് ചെയ്യുന്നു എന്നുള്ള അവരുടെ
തലച്ചോറിന്റെ പ്രത്യേകത ഉണ്ടാവും, ചിന്തിക്കുന്ന രീതിയുടെ വ്യത്യാസം ഉണ്ടാവും. ഉം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ഉസ്താദ് പണ്ട് ഈ അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോ ഭർത്തൃമതികളായിട്ടുള്ള അടിമ സ്ത്രീകളെ ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഹദീസിൽ എക്സ് മുസ്ലിങ്ങൾ വിമർശിക്കുന്നു പറഞ്ഞപ്പോ ആ ഉസ്താദ് ചോദിച്ചത് അതിനെന്താ കുഴപ്പമെന്നാണ്. ഉം. ആ ചിന്ത ഉള്ളവനെ സംബന്ധിച്ച് അയാൾ എത്ര കിതാബ് പഠിച്ചാലും അയാൾക്ക് ഒന്നും മനസ്സിലാകാൻ പോണില്ല. ഉം. ഉം. മനസ്സിലായി? ഒരു അതായത് നമ്മൾ പറഞ്ഞത് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ല, അടിസ്ഥാനപരമായിട്ടുള്ള അതില് ബോധ്യങ്ങളുള്ള അതില് ആൾക്ക് വേറൊരു മാത്രമേ കാര്യമുണ്ട്. ആ നമ്മളിപ്പോ ഒരു ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ശരിയും തെറ്റും ആ മതത്തിൽ നിന്ന് മാത്രം അവർ പഠിച്ചതായിരിക്കാനാണ് സാധ്യത. അതെ നമ്മുടെ അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു ശരിയും ഒരു കാര്യം തെറ്റും അല്ല, അങ്ങനെയല്ല. ആ, അതായത് ശരിയും തെറ്റും നിർണയിക്കേണ്ടത് മതമാണെന്നും മതം ശരിയാണെന്ന് പറഞ്ഞതെല്ലാം ശരിയാണെന്നും മതം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് തെറ്റാവുന്നതെന്നും ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് മതം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ, വസ്തുത അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ അല്ല മൗലവിമാരെന്നെ വയൽ ഇത്, പറയുമ്പോ ഒരു മിനിറ്റ്, മൗലവിമാരെന്നെ വയൽ പറയുമ്പോ എന്താ പറയാ, തെറ്റായ കാര്യങ്ങളൊക്കെ ഇസ്ലാം നിരോധിച്ചു എന്നാ പറയാ. ആ, പക്ഷെ നമ്മുടെ മൗലവിമാർ ഇപ്പൊ എന്താ പറയാ, ഇസ്ലാം നിരോധിച്ചത് എന്തോ അതാണ് തെറ്റെന്നാണ്. രണ്ടും രണ്ട് ഉം, വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഉം. മനസ്സിലായോ? അപ്പൊ അല്ല ഇത് അത് അത് തിരിച്ചറിയാൻ അതില് പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ച് അയാൾ ആ, എത്ര വലിയ മൗലിയരായാലും ഈ കിതാബ് ഇങ്ങനെ പഠിച്ചു പോകാന്നേ ഉള്ളൂ. ഉം. മനസ്സിലായോ? നിങ്ങളെ കൺസെപ്റ്റില് തെറ്റായ കാര്യങ്ങൾ, അതായത് മോശമായിട്ടുള്ള കാര്യങ്ങൾ നിരോധിച്ചുകൊണ്ട് നാട്ടിൽ നന്മ പഠിപ്പിക്കാനാണോ മതം ഉണ്ടായത്, അതോ മതം പഠിപ്പിച്ചത് എന്തോ അതാണോ നന്മ? മതം പഠിപ്പിച്ചതല്ലേ നന്മ? അപ്പൊ മതം പഠിപ്പിക്കുന്ന അപ്പുറത്തേക്ക് നന്മയില്ലേ? അല്ല, മതം പഠിപ്പിച്ചത് നന്മ എന്ന് പറയുമ്പോൾ ഞാൻ ആ മതത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ, അതായത് മതം അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് വിട്ടത് പരീക്ഷിക്കാനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണല്ലോ ഇസ്ലാം ഉം, വിശ്വസിക്കുന്നത്. ഉം, അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് അൾട്ടിമേറ്റ്ലി ഇവിടെ ആ, ഒരു മഹ്ശറ ഉണ്ടെന്നും ആ മഹ്ശറയിൽ ഒരു വിധി നിർണയം ഉണ്ടാവുമെന്നും പിന്നെ സ്വർഗവും നരകവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ച് ഉം. മതം പറഞ്ഞതാണ് നന്മ, മതം തെറ്റാണെന്ന് പറഞ്ഞതാണ് തിന്മ. അങ്ങനത്തെ പിന്നെ ആൾക്കാർ എത്ര പിന്നെ പഠിച്ചാലും ഒരു പിന്നെ അല്ല കുഴപ്പമില്ല, പിന്നെ അവർക്ക് ഒരു ഞാനൊരു കാര്യം സംശയം പറയാം. തോന്നൂല. നമ്മളിപ്പോ നാട്ടിലുണ്ടല്ലോ, ഉം, നമ്മളിപ്പോ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ നമ്മൾ നന്മയെന്നും തിന്മയെന്നും നമ്മൾ വിശ്വസിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഉം, ശരിയാണെന്നും തെറ്റാണെന്നും വിശ്വസിക്കുന്ന കാര്യങ്ങൾ. ഉം. അത് ഓരോ കാലത്തിലും മാറി മാറി വരുന്നില്ലേ? ഉറപ്പല്ലേ? അതായത് അത് നമ്മളിപ്പോ തെറ്റും ഒരു അങ്ങനെയല്ല, ഒരു അങ്ങനെ തെറ്റും ശരിയും മാറി മാറി വരികയല്ല ചെയ്യുന്നത്. ആ ആ, കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്നുള്ള മനുഷ്യന്റെ ബോധ്യത്തിലാണ് മാറ്റം ഉണ്ടാവുന്നത്. മാറ്റം ഉണ്ടാവുന്നത്. അതെ. അതെ. അപ്പൊ നമ്മളിപ്പോ പറയാണ്, ഒരു 100 വർഷം മുന്നേ ഉള്ള ആ, നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന സ്ത്രീകൾ, അതിപ്പോ ആ, മുസ്ലിം ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആ, അവരുടെ വസ്ത്രധാരണത്തിലുള്ള ഒരു ധാരണയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഉം, അതായത് അന്നത്തെ ആളുകൾ ശരിയാണെന്ന് വിചാരിക്കുന്നത് ഇന്ന് ഉം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അന്നത്തെ ആളുകൾ തെറ്റാണെന്ന് പറയുന്നത് ഇന്ന് ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവാം. ഉം. അപ്പോ അതിൽ നമ്മൾ ഒരിക്കലും അവര് മോശക്കാരാണെന്നോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ചിന്ത ആ, ഇപ്പൊ നമ്മള് ഈ വസ്ത്രധാരണം നമുക്ക് അങ്ങനെ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അതിൽ ശരിയും തെറ്റും നിർണ്ണയിക്കാൻ കഴിയില്ല നമുക്ക്. അത് ആ, ഓരോരോ ആളുകളുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് അല്ല, ഞാൻ ആ കൾച്ചർ ബേസ്ഡ് തന്നെയാണ് പറഞ്ഞത്. അതായത് അല്ല, നമ്മുടെ ശരിയും നാട്ടിൽ, തെറ്റും നമ്മുടെ കൾച്ചർ ബേസ്ഡ് കേരളത്തിലുള്ള അല്ല. ശരിയും തെറ്റും പറയാൻ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. അപ്പോ അല്ല, അത് ഇപ്പം ഇപ്പം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. പണ്ട് ഇപ്പം നമ്മളൊരു 100 വർഷം മുന്നേ നോക്കുവാണെങ്കിൽ, ഉം, ഇപ്പൊ ഒരു ബ്ലൗസും പാവാട ഇട്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതില് വലിയ തെറ്റൊന്നും ഇല്ലായിരുന്നു. ആ അതാ കാരണം ഞാൻ പറഞ്ഞത്. അന്നത്തെ അവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യം. ആ, അത് തെറ്റും ശരിയുടെ കാര്യമല്ല. ഒരു കാലഘട്ടത്തെ മറക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്നു. അത് തെറ്റാണ്. ആ, അത് അന്നായാലും തെറ്റാണ്, ഇന്നാലും തെറ്റാണ്. ഉം, ഉം, ഇപ്പൊ ചില ആളുകൾ മുഖം ഉൾപ്പെടെ മൂടി നടക്കണമെന്ന് നിർബന്ധിക്കുന്നു. അതും തെറ്റാണ്. അങ്ങനെ നിർബന്ധിക്കുന്നത് തെറ്റാണ്. അവിടെ ആ വസ്ത്രം തെറ്റോ ശരിയോ എന്നുള്ളതല്ല, അത് ഇമ്പോസ് ചെയ്യുന്ന മെത്തേഡ് തെറ്റോ ശരിയോ എന്നുള്ളതാണ്. അതെങ്ങനെയാണ് മറ്റൊരാളുടെ അവകാശത്തിന്റെ മുകളിലോട്ടുള്ള കടന്നുകയറ്റമാണ്, അത് അക്രമമാണ്. ഉം, അങ്ങനെയാണ് തെറ്റു ശരിയാവുന്നത്. ഞാൻ പറയണത് കുറച്ചുകൂടി നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുക്കും. ഞാൻ അതല്ലേ പറഞ്ഞത്, ഏറ്റവും ഏത് കാലത്ത് നമ്മളിപ്പോ ഈ ട്രാൻസിഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ജനറേഷനാണ് എന്ന് ഉം, പറഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ടിന് തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടിലാണ് സ്ലേവറി നിരോധിക്കുന്നത്. ഉം, അതൊരു സിസ്റ്റമാണ്. ആ ഉം. സിസ്റ്റം, അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ തെറ്റാണോ ശരിയാണോ? അത് അന്നും തെറ്റാണ്, ഇന്നും അല്ല, തെറ്റാണ്. ഇതിപ്പോ സ്ലേവറി തെറ്റാണ് എന്ന് പറയുമ്പോ ഉം.
നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോ സ്ലേവറിയുടെ വേറൊരു ഇതല്ലേ, ഒരു ഹൈറാർക്കി എന്ന് പറയുന്ന സിസ്റ്റം ഹൈറാർക്കി സ്ലേവറി പോലെ വേറെയാണ്. തന്നെയല്ലേ? ഹൈറാർക്കിയും സ്ലേവറി ഒന്നല്ല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നിപ്പോ ഹൈറാർക്കിയും സ്ലേവറി ഒന്നല്ല. അത് സ്ലേവറിനെ ന്യായീകരിക്കേണ്ടവർക്ക് മാത്രമാണ് ഒരു ഒരു ജോബ് പ്ലേസിൽ, ഇപ്പൊ ഒരു സ്ഥാപനത്തിനകത്തുള്ള ഹൈറാർക്കിയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്ട്രക്ചറിലുള്ള ഹൈറാർക്കിയും സ്ലേവറിയും തമ്മിൽ ഒന്നാണെന്ന് തോന്നുന്നത് അടിമത്തം ന്യായീകരിക്കാൻ അല്ല ബാധ്യതപ്പെട്ടവർക്ക് അപ്പൊ മാത്രമാണ്. വേറെ അല്ല ആർക്കും ലോകത്ത് തോന്നൂല. അല്ല ഹൈറാർക്കി അപ്പൊ എന്തിന്റെ ബേസിലാ ഹൈറാർക്കി ശരിയാവുന്നത്? എന്തിന്റെ ബേസിലാ? ഹൈറാർക്കി എന്താണ്, സ്ലേവറി എന്താണ്, നിങ്ങൾ പറയും. എന്താണ് ഹൈറാർക്കി? ഹൈറാർക്കി ഇപ്പൊ ഒരു സ്റ്റേജസ് ആണ്. ആ, ഇപ്പൊ ഒന്നുമില്ല. നമ്മളൊരു ബാങ്കാണ്, അല്ലെങ്കിൽ ഒരു 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 മിനിറ്റ്, ഒരു സ്ഥാപനമാണ്. തിരിച്ചു വാ. ഹലോ. ആ, ഇപ്പൊ ഞാനൊരു പറഞ്ഞോ. സ്ഥാപനം നടത്തുന്ന ആളാണ്. ആ. ഞാനൊരു സ്ഥാപനം തുടങ്ങുന്നു. ഉം. എന്റെ ഐഡിയ ആണ്, എന്റെ കൺസെപ്റ്റ് ആണ്, ഉം. എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഉം. ഉം. എന്റെ ഒരു പ്ലാൻ ഉണ്ടാവും. ഉം. ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു ടീമിനെ സെറ്റ് ചെയ്യുന്നു. ഉം. ആ ഹെയറാർക്കിയിൽ, ആ പർട്ടിക്കുലർ സ്ഥാപനത്തിൽ ആ ഹെയറാർക്കിയിൽ ഞാൻ ടോപ്പിലുണ്ടാവും. ഉം. അതെങ്ങനെ അടിമത്താവുന്നത്? അതിന്റെ അർത്ഥം എന്റെ താഴെ വരുന്ന ആൾക്കാർക്ക് എന്റെ അടിമകളാണെന്നാണോ? അല്ല, ഹൈറാർക്കി എങ്ങനെ അടിമാവാൻ എനിക്ക് മനസ്സിലായില്ല. ഇല്ല, ഹൈറാർക്കിയും അടിമത്തവും സമമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ അതായത് സമമല്ലാത്തൊരു ഞാൻ കാര്യത്തെ പറഞ്ഞത് നമ്മൾ ഇപ്പൊ എന്തിനു ഉദാഹരണമായിട്ട് അല്ല, എടുക്കുക? നമ്മുടെ നമ്മൾ ഉപമിക്കാൻ എടുക്കുമ്പോ സമമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കണ്ടേ? അപ്പോഴല്ലേ ഉപമ ശരിയാവുള്ളൂ. വ്യത്യസ്തമായ രണ്ട് അല്ലല്ല, കാര്യങ്ങൾ ഉപമിക്കാൻ ഞാനിപ്പോ ഒരു പറ്റില്ലല്ലോ. കാര്യം പറയട്ടെ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മളെ നാട്ടിലും ഉണ്ടായിരുന്നതും ഇപ്പൊ ഒരു കാലത്ത് ഉണ്ടായിരുന്നതും ഇന്നില്ലാത്തതുമായിട്ടുള്ള, ഞാൻ പറഞ്ഞത് സ്ലേവറി ഇറ്റ്സെൽഫ്, അത് നമുക്ക് സ്വതന്ത്രമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? അത് എന്തിനാണ് നമ്മള് ഹൈറാർക്കി ആയിട്ടും പിന്നെ പിന്നെ എന്താ പറയാ, വേറെ എന്തെങ്കിലും ഇപ്പൊ ഒരു സ്കൂളിലെ ഹെഡ് മാഷും കുട്ടികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്? നിങ്ങൾ പറയും, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ ഉപഭോഗ വസ്തു മീൻസ് ഒരു എന്താ പറയാ, ഒരു കച്ചവട ചരക്ക് പോലെ, ഒരു ചരക്കായിട്ട് ഇയാൾക്ക് വിൽക്കാനും വാങ്ങാനും പണയം വെക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു വസ്തുവായിട്ട് ഒരു മനുഷ്യൻ, ഒരേ ജനസിൽ, ഒരേ ഇതിൽ പെടുന്ന, ഒരേ സ്പീഷീസിൽപ്പെട്ട രണ്ട് ഒരേ ജീവികളാണല്ലോ മനുഷ്യര്. അങ്ങനെ ഒരാളുടെ മേൽ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു നിൽക്കുന്ന ഒരു വ്യവസ്ഥിതി, അത് തെറ്റാണോ ശരിയാണോ? അത് അന്നും തെറ്റാണ്, ഇന്നും തെറ്റാണ്. ആ തെറ്റാണെന്ന് തിരിച്ചറിയാനും അത് തെറ്റാണെന്ന് പൊതുബോധം സൃഷ്ടിക്കാനും സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനും മനുഷ്യർ വൈകി. അത് മനുഷ്യരുടെ പോരായ്മയാണ്. അതുകൊണ്ട് അത് അന്ന് ശരിയും ഇന്ന് തെറ്റുമാവില്ല, എന്നും തെറ്റാണത്. തെറ്റായത് കൊണ്ടാണ് നമ്മൾ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, അല്ലാതെ അത് ഇല്ലാതായത് കൊണ്ട് തെറ്റായി പോയതല്ല. അത് തെറ്റാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, തെറ്റായ കാര്യം തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ തെറ്റിനെ ഇല്ലാതാക്കാനും അതിൽ നിന്ന് മോചനം നേടാനും അല്ലെങ്കിൽ മനുഷ്യരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ മൊറാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോ നമ്മുടെ ഈ ലോകം ഉണ്ടായിന്നും അതുപോലെ ആദം നബി ആദ്യത്തെ മനുഷ്യനായി ലോകത്ത് വന്നു. അതിലേക്കൊക്കെ ഇതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ പല തിന്മകളും, അതായത് ആദ്യത്തെ കൊലപാതകങ്ങൾ മുതൽ പല തെറ്റുകളും നമ്മുടെ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തെറ്റായിരുന്നു ഈ അടിമത്തമെങ്കിലോ? ആ അടിമത്തം എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരുന്നു നമ്മുടെ കിതാബുകളിലും അല്ലെങ്കിൽ ഖുറാനുകളിലും അല്ലെങ്കിൽ ഈ നബിമാരും നമ്മളെ പഠിപ്പിച്ചു വന്നതെങ്കിലോ? അതായത് നിലവിലുള്ള ഒരു കാര്യത്തിനെ ഇല്ലാതാക്കാൻ പെട്ടെന്ന് തെറ്റാണ് എന്ന് ബോധ്യം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തെറ്റാണെന്ന് സ്റ്റേറ്റ്മെന്റ് പറയല്ലേ? പക്ഷേ ഉള്ള ഒരു സാധനത്തിന്, അതായത് ഉള്ള ഒരു സിസ്റ്റത്തെ നമുക്ക് പെട്ടെന്ന് ഒരാളെ കൊണ്ട് നിങ്ങൾ പറഞ്ഞ കഥയിലകത്ത് മുഹമ്മദ് നബി, നിങ്ങൾ ആ പറഞ്ഞ ലോജിക്ക് മതത്തിൽ ഇതിൽ വർക്കാവൂല. കാരണം എന്താന്ന് വെച്ചാല്, ഇപ്പോ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിശ്വാസം അനുസരിച്ച് ആദം നബിയാണ് ആദ്യത്തെ മനുഷ്യൻ. ആദം നബിന്റെ മക്കള് തുടങ്ങുന്ന ഒരു സന്തതി പരമ്പര, അവിടെ അങ്ങോട്ടുള്ള പേരക്കുട്ടികൾ, അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് നബിയിൽ എത്തുന്നതിന് മുൻപ് 1,20,000-ലധികം പ്രവാചകന്മാര്, നബിയും അമ്പിയാക്കളും മുർസലീങ്ങളായിട്ട് വന്നിട്ടുണ്ടെന്നല്ല വിശ്വാസം? അതെ. ഏതെങ്കിലും ഒരു കിതാബിൽ നിങ്ങൾ സ്ലേവറി തെറ്റാണെന്ന് കാണിച്ചാൽ 100 ഏടുകളും 4 കിതാബുകളും ഇല്ലേ?
ഏതെങ്കിലും ഒന്നിൽ കാണിച്ചോളി അത് അല്ല, തെറ്റാണെന്നൊരു അതാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ്. പറഞ്ഞേ. നമ്മുടെ നാട്ടിലെ അതായത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട ഒരാളും സാമ്പത്തിക സ്ഥിതി മോശമായുള്ള ഒരാളും നമ്മള് ഇക്വാലിറ്റി പോലെ നമ്മൾ ചിന്തിക്കുമ്പോ എന്താ, സി എല്ലാവർക്കും ഒരേപോലെ ഇക്വാലിറ്റി പൈസ ഉണ്ടെങ്കിലോ? ഇനിക്വാലിറ്റി അല്ല, ഏ ഇനിക്വാലിറ്റി അല്ലല്ല അല്ലല്ലോ സ്ലേവറി. അല്ലല്ല ഇനിക്വാലിറ്റി വേറെ ഞാൻ സാധനമാണ്. പറയുന്നത് പൂർത്തീകരിക്കട്ടെ. നമ്മളിപ്പോ എല്ലാവർക്കും സമ്പത്ത് സ്ഥിതി എല്ലാവർക്കും ഒരേപോലെ ആയിരുന്നെങ്കിൽ നല്ലതല്ലേ? ഈ ആ ലോകത്ത് എല്ലാവരുടെ കയ്യിലും ഒരേപോലെ പൈസയും ഒരേപോലെ അവർക്ക് എല്ലാത്തിനും ആക്സസും ഉണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ? അതൊക്കെ നമുക്ക് അതെ. അങ്ങനെയൊക്കെ സങ്കല്പിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അല്ല, അതെ. ഉം. അതേപോലെ തന്നെ ഈ ലോകത്ത് എല്ലാവർക്കും ഒരേ തരത്തിൽ, അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പത്മവിഭൂഷൺ കിട്ടുന്ന ആളുകൾക്ക് പല വേറെ വേറെ അവർക്ക് വേറെ ഫെസിലിറ്റീസ് ഉണ്ട്, അവർക്ക് എല്ലാത്തിനും ആക്സസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതില്ലാത്ത ഒരാൾക്ക് ഇല്ല. അത് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവണം, എല്ലാവർക്കും ഒരേപോലത്തെ സുഖങ്ങൾ സുഹൃത്ത്, ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം, തെറ്റല്ല. നിങ്ങൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതൊന്നും ഇവിടെ അല്ലല്ല സമീകരിക്കാൻ പറ്റുന്ന അല്ലല്ല സാധനങ്ങളല്ല. ഇത് നമുക്ക് നിങ്ങൾ ഇത് ഇങ്ങനെ പറയൂ, ഈ ആഗ്രഹിക്കുന്നതുകൊണ്ട് സ്ലേവറിയുമായി തെറ്റില്ല. ബന്ധപ്പെട്ട കാര്യം പറയൂ. അതായത് ഒരു ഉം, കാര്യം തെറ്റാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഉം, ആദ്യം നമ്മൾ എന്താ പറയണ്ടത്? തെറ്റാണെന്ന് പറയലല്ലേ? അതെ. മുഹമ്മദ് നബിക്ക് അടിമത്തം തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് അതൊരു അതൊരു തിന്മയായിട്ട്, അതായത് പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാകുമ്പോൾ നമുക്ക് ഒരിക്കലും പണ്ട് മുതലേ തിന്മയായിട്ട് പറഞ്ഞാൽ പറയാൻ നബിക്ക് പറ്റില്ലല്ലോ. ഒരു ശരി, മുഹമ്മദ് നബിക്ക് നമുക്ക് പണ്ട് മുതലിന്റെ ആനുകൂല്യം കൊടുക്കാം. ആ, അള്ളാഹ്ക്ക് അത് പണ്ട് മുതലില്ലല്ലോ. അള്ളാന്റെ കണ്ണിന് മുമ്പിലല്ലേ മനുഷ്യർക്കിടയില് ആ, അള്ളാഹ് മുട്ടിന് അതായത് ഒരേ സമയത്ത് 5ഉം 6ഉം പ്രവാചകന്മാർ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ അടിമത്തം ഉം, ഉണ്ടായി വന്നിട്ടുണ്ടാവുക. അതെ. എന്നിട്ട് എവിടെയെങ്കിലും വെച്ച് ദൈവം അത് തെറ്റാണെന്ന് പറഞ്ഞോ? ദൈവത്തിന് തോന്നിയോ? അതിന് പകരം ദൈവം ഖുറാനിൽ എന്താ പറഞ്ഞ? യുദ്ധത്തിന് പോയി പിടികൂടിയ സ്ത്രീകളില് അവരടിമകളല്ല കേട്ടോ, സ്വതന്ത്രരായിട്ടുള്ള സ്ത്രീകളെ പിടികൂടി അവർ അടിമകൾ എന്ന സ്റ്റാറ്റസിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഉം, കൺവേർട്ട് ചെയ്തെടുക്കുന്ന കൂട്ടത്തില് പുരുഷന്മാര് അവരുടെ ഭർത്താക്കന്മാര് കൂടെ ഉണ്ട് ഈ അടിമകളായി പിടികൂടിയതില്. അപ്പൊ ഉം, അത്തരം സ്ത്രീകളെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വൈക്ലഭ്യം തോന്നിയ പടയാളികളോട് അതില് ആശങ്ക ചോദിച്ചപ്പം അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു എന്നാണ് ഇസ്ലാമിന്റെ കഥ. അവർക്ക് ഉം, ഭർത്താക്കന്മാരുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിനെന്താ കുഴപ്പമെന്ന് ഷുഹൈബുൽ ഹൈത്തമി ചോദിക്കുന്നത് ഈ ഖുർആൻ വാചനത്തിലെ കുഴപ്പമില്ലായ്മയാണ്. നിങ്ങൾക്ക് അത് കുഴപ്പമുള്ളതായിട്ടാണോ കുഴപ്പമില്ലാത്തതായിട്ടാണോ തോന്നുന്നത്? ഉം. സിമ്പിൾ ആണ് ഇത്. നമ്മള് ഈ ഈ ഖുർആനിൽ കുഴപ്പമില്ല പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ സാമാന്യമായിട്ടുള്ള ബോധം ഉണ്ടാവുകയും നമ്മളുടേതായിട്ടുള്ള മനുഷ്യർ നമ്മളെ സ്പീഷീസിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്ന ഈ വിവേകം, ബുദ്ധി, ഇതൊന്നും ഉം. പ്രയോഗിക്കുകയും ചെയ്താൽ മനസ്സിലാവുന്നതുള്ളൂ ഇത് കുഴപ്പം. അത് അല്ല, പ്രയോഗിക്കൂല എന്നുള്ളതാണ് ഇതിലിപ്പോ ഇസ്ലാമിന്റെ കുഴപ്പം. അൾട്ടിമേറ്റ്ലി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച കാര്യം തെറ്റല്ലെങ്കിൽ അത് തെറ്റല്ല എന്ന്. അൾട്ടിമേറ്റ്ലി ഇസ്ലാം പഠിപ്പിച്ചത് തെറ്റാണെന്ന് അതിലീ പറയണത്. ഉം. അത് തെറ്റാണ്, അത് അല്ല, തെറ്റാണ്. ഇസ്ലാമിൽ അത് തെറ്റല്ലെങ്കിൽ അത് തെറ്റല്ല എന്ന ഒരു കൺക്ലൂഷൻ അല്ലേ സ്വീകരിക്കേണ്ടത് അതെ, ഒരു അത് ഇസ്ലാം വിശ്വസിക്കുന്ന ഒരാള്? അതുകൊണ്ടാണ് ഇസ്ലാം തെറ്റാണെന്ന് പറഞ്ഞതേ. അതുകൊണ്ടാണ് ഇസ്ലാം പ്രശ്നമാകുന്നതേ. മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബി ചെയ്തത് ഒക്കെ ശരിയും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു മൊയ്ലിയാര് മുഹമ്മദ് നബി നബീദ് കുടിച്ചിരുന്നു എന്ന് ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അതിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഞാനും ലക്ഷദ്വീപ് പോയപ്പോ കള്ളു കുടിച്ചിട്ടുണ്ട് പറഞ്ഞത്. നബി കുടിച്ചിക്കണെങ്കിൽ നല്ലത് എന്നാണ് പറഞ്ഞത്. ഉം. അപ്പൊ മുഹമ്മദ് നബി എന്ത് ചെയ്തോ അത് ശരി. അതുകൊണ്ടാണ് വേറൊരാൾ പറഞ്ഞത് മുഹമ്മദ് നബി 1000 ആളുടെ തല അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ് എന്ന് പറയണത്. ഉം. മനസ്സിലായോ? ഉം. നമ്മള് ധാർമ്മികത, നന്മ, തിന്മ എന്നൊക്കെ ഈ നാഴികക്ക് 40 വട്ടം പറയുന്ന നമ്മൾ തെറ്റായി കാണുന്ന കൊലപാതകം മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്മയാണെന്ന് വിശ്വസിക്കേണ്ട ഗതികേടുള്ള ആളുകളെ സംബന്ധിച്ചാണ് ഭർത്തൃമതികളായിട്ടുള്ള അടിമ സ്ത്രീകളെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇസ്ലാം അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കേണ്ടി വരുന്നത്. ഉം. ഉം. ഇത് നമ്മൾ ആകെ വകതിരിവിന്റെ പ്രശ്നം മാത്രമേ ഇതിനകത്തുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അതിലൊക്കെ ഇനി അള്ള നമ്മളിപ്പോ പറയുന്നപ്പോ നോക്ക്, ദൈവം ഉം, ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഇസ്ലാമിന്റെ കഥ അനുസരിച്ച്. ഉം, ദൈവം ഗ്രന്ഥവും തന്നിട്ടുണ്ട്, ഉം. പിന്നെ എന്തിനാ ബുദ്ധി? ആ? അതൊരു പരീക്ഷണല്ലേ ശരിക്കും എന്തിന് ബുദ്ധിയൊക്കെ? എന്തിന്
അല്ല, ദൈവം നമ്മളെ ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ചത് ഒരാൾ തന്നെ ഒരു പരീക്ഷിക്കുന്നു എന്ന് പരീക്ഷണത്തിന് പറഞ്ഞാൽ വേണ്ടിയിട്ടല്ലേ? അത് പരീക്ഷിക്കുന്നവന്റെ ന്യൂനതയാണ്. പരീക്ഷിക്കപ്പെടുന്നവന്റെ ബാധ്യതയൊന്നും അല്ലല്ലോ അത്. അല്ല, അത് ന്യൂനതയാവുന്നത് എങ്ങനെയാ? നമ്മളിപ്പോ ഈ ഭൂമിയിലേക്ക് നമ്മളെ പടച്ചോൻ സൃഷ്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യുമെന്ന് പഠിച്ചോനെ അറിയില്ലേ? അത് പേഴ്സൺ ടു പേഴ്സൺ അറിയില്ലല്ലോ. അറിയും. അങ്ങനെ അറിയില്ലേ? പഠിച്ചോനെ അറിയില്ലേ പിന്നെ എന്ത് പഠിച്ചോനാ? എല്ലാം അങ്ങനെയല്ല. അറിയുന്നവൻ എന്നുള്ള ആ വിശേഷണം പൊളിയും. അല്ലല്ല, അതറിയാം. ഉം. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അതായത് ഇപ്പോ നമ്മുടെ തീരുമാനങ്ങളാണ്. അതായത് നമുക്കിപ്പോ തെറ്റ് ചെയ്യാനും ശരി ചെയ്യാനും നമുക്ക് ഈ സ്വാതന്ത്ര്യമുണ്ട്. നമുക്കത് തെറ്റും ശരിയും ആരാ സൃഷ്ടിക്കുന്നത്? അത് ദൈവമാണ് സൃഷ്ടിക്കുന്നത്. അല്ലേ? തിന്മ എന്തിനാ സൃഷ്ടിക്കുന്നത്? എന്തിനാണ് തിന്മ? അതാണല്ലോ ഇപ്പൊ നമ്മള് എന്തിനാണ് നമ്മള് ഭൂമിയിലേക്ക് വന്നത്? എന്തിനാണ്? എന്തിനാണ് അതാ ചോദിക്കണേ? എന്തിനാണ്? ഒ- ഒ- ഒരു ഒരു തെറ്റിന്റെ പുറത്തല്ലേ നമ്മള് ഭൂമിയിലേക്ക് എന്തിനാ വന്നത്? തെറ്റ്? ആ തെറ്റാരുടെ തെറ്റാണ്? ദൈവത്തിന്റെ തെറ്റല്ലേ? അല്ലല്ല. ദൈവം ദ- ഇന്റൻഷനിലൂടെ ചെയ്തതാണെങ്കിൽ ദൈവം ചെയ്ത ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അല്ല, ഇന്റൻഷനലി അല്ലല്ലോ. പിന്നെ അത് അതൊരിക്കലും അതായത് ദൈവം ആദം മുൻകൂട്ടി നബി അലൈഹി തീരുമാനിച്ച് സ്വലാമിനോട് അത് ദൈവം മുൻകൂട്ടി കഴിക്കരുതെന്ന് പറഞ്ഞത്. തീരുമാനിച്ചതാണ്. ദൈവം ദൈവം മുൻകൂട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതില് ഇപ്പൊ ഇസ്ലാമിന്റെ കഥ അനുസരിച്ച് ദൈവത്തിന്റെ ആ തിരക്കഥയിൽ അറിയാതെ അഭിനയിച്ച അഭിനേതാക്കൾ അല്ല, മാത്രമാണ് ഇതിൽ ഇബിലീസ് അങ്ങനെ ഉൾപ്പെടെ ഒരു എല്ലാവരും. ഒരു ഒരു തിരക്കഥയായിട്ട് ഇതിനെ കാണാൻ എന്നാ കഴിയില്ലല്ലോ. നിങ്ങൾ പറയും, നിങ്ങളുടെ അതല്ലല്ലോ ലോജിക്ക് പറയും. തീരുമാനം എന്ന് പറയുന്നതിന്റെ അർത്ഥം. തീരുമാനമില്ല, ദൈവത്തിന്റെ മാത്രം തീരുമാനമാണ്, വേറെ ആരുടെ തീരുമാനം ഇല്ല ഇതിന്റെ പിന്നിൽ. ആ, അത് തീരുമാനം ഉണ്ടാവും എന്നുള്ളത്. അതായത് ഇപ്പൊ മനുഷ്യൻ എന്നുള്ള ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുന്നു. ഉം. അതിങ്ങനെ ചെയ്യുമെന്നുള്ളത് ചിലപ്പോ ഒരു അല്ല, തീരുമാനമായിരിക്കാം. അതിങ്ങനെ ചെയ്യണം എന്നത് ദൈവത്തിന്റെ തീരുമാനമാണ്, അറിവല്ല. ആ, നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പഠിച്ചത് വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇതിലെ കൾപ്രിറ്റ് എന്ന് പറഞ്ഞത് ദൈവമാണ്. നിങ്ങൾ ഇസ്ലാമിന്റെ കഥയിലെ ഏറ്റവും വലിയ വില്ലൻ അള്ളാഹു ആണ്. അള്ളാഹു ആണ് ഷെയ്ത്താനു ഷയാത്തി എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല പിശാചിന്റെ വാപ്പ നമ്മള്. എന്നാണ് ഞാൻ അള്ളാഹുവിനെ വിളിക്കുക. നിങ്ങൾ ഇല്ല, പറഞ്ഞോളൂ, നിങ്ങൾ അല്ലല്ലേ, നിങ്ങളെ ലോജിക്ക് എന്നോട് നിങ്ങൾ പറഞ്ഞോ, ഞാൻ ഇതിനെ അത് ക്ലിയർ കുറിച്ചുള്ള ആയിട്ട് അറിവ് നിങ്ങൾക്ക് പറഞ്ഞു, പറഞ്ഞുതരാം. പക്ഷെ അങ്ങനെ പറയല്ലേ. അല്ല, ഞാൻ അതാണ് അതിന്റെ സത്യം, അതാണ് വസ്തുത. ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏത് ഡൗട്ടോ അതിൽ വന്നാൽ നിങ്ങളോട് ചോദിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആർഗ്യുമെന്റ് വെച്ചോ, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അല്ല, ഈ തീരുമാനം എടുത്തു എന്നുള്ളത് അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ. അള്ളാഹുവാണ് തീരുമാനം എടുത്തത്. ഞാൻ നിങ്ങളോട് അത് മനസ്സിലാവാൻ നിങ്ങൾക്ക് ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഉം. ഇബിലീസിനെയാണോ നരകത്തെയാണോ ആദ്യം സൃഷ്ടിച്ചത്? നിങ്ങൾക്കറിയോ? ഇല്ല. നരകം. ആ, ആദമിനെയും ഇബിലീസിനെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം എന്തിനാണ് നരകം സൃഷ്ടിച്ചത്? അതൊക്കെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമുള്ള ചോദ്യങ്ങളല്ലേ. അല്ല, എന്തിനാണ് സ്വർഗം? ചോദ്യമാണല്ലോ. അല്ല, അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ മലക്കുകളെ അല്ല, തീരുമാനം സൃഷ്ടിച്ചെന്തിനാണ്? ആരുടേതാണെന്ന് ഞാൻ പറഞ്ഞു തരാണ്. തീരുമാനം ആരുടേതാണെന്ന് ഞാൻ പറഞ്ഞു തരാണ്. ആ, അപ്പൊ അപ്പൊ അവിടെ ഒരു ചോദ്യം അവിടെ നിങ്ങൾ തൂക്കിയിട്ടോ. ആ, രണ്ടാമത്തെ ചോദ്യം, ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇബിലീസ് എന്നാണ് പറയപ്പെടുന്നത്, അല്ലെ? ആ, ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് ദൈവം ദർജ ഉയർത്തിയിട്ട് മലക്കുകളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോയ ഒരാളാണ് ഇബിലീസ്. ഉം, അങ്ങനെയല്ലേ വിശ്വാസം? ഉം. അതുകൊണ്ടാണ് ഇബിലീസുകളുടെ പിന്നെ എന്താണ് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബിലീസ് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ ഉള്ള കൺഫ്യൂഷൻ വരുന്ന സമയത്ത് അവർ പറയുന്ന മറുപടിയാണ് ഇബിലീസ് മലക്കല്ല, ജിന്നാണ്. മലക്കുകളിൽപ്പെട്ട ആളല്ല ഇബിലീസ്, ജിന്നുകളിൽപ്പെട്ട ആളാണെന്നാണ്. ഉം. ഈ ജിന്നുകളിൽപ്പെട്ട ആളെ അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക്, അള്ളാഹുവിന്റെ ഹർഷിന്റെ സമീപത്തേക്ക്, മലക്കുകളുടെ കൂട്ടത്തിലേക്ക് ദർജ ഉയർത്തി കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാ കാലത്തേക്കുമുള്ള എല്ലാ അറിവും കയ്യിലുള്ള പഠിച്ചോൻ അറിയില്ലേ ഈ ഇബിലീസ് നാളെ ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, എന്നെ ധിക്കരിക്കും? ഉം. നിങ്ങളെ ധിക്കരിക്കും, നിങ്ങളെ പറ്റിക്കുന്ന ഉറപ്പുള്ള ഒരാളെ നിങ്ങളെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് എടുക്കുമോ? നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാവും നിങ്ങളെ പറ്റിക്കുന്ന അങ്ങനത്തെ ഒരാളെ നിങ്ങളെ ഒരു സ്ഥാപനത്തിൽ ഉയർന്ന പൊസിഷനിൽ വെക്കുവോ? അല്ല, ഇത് നമ്മൾ ഈ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ചെറിയ ലോകമായിട്ട് അതിനെ കാണുന്നോണ്ടല്ലേ ചെറിയ അതങ്ങനെ. ഈ മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചെറിയ ലോകമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ലേ? മനുഷ്യന്റെ ചെറിയ ബുദ്ധിയിൽ, മനുഷ്യന്റെ ചെറിയ ലോകത്തിട്ടിട്ടല്ലേ ദൈവം മനുഷ്യനെ പരീക്ഷിക്കുന്നത്, അല്ലേ? അല്ലേ? പക്ഷെ അല്ല, നമുക്കത് കമ്പയർ ചെയ്ത് അങ്ങനെ ഒരു അനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ പറ്റണം. ചോദിക്കണേ. കാരണം തെറ്റും ശരി അനലൈസ് ചെയ്യാൻ പഠിച്ച നമുക്ക് കഴിവ് തന്നത് നമ്മളുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് ഈ ചെറിയ ലോകത്തിന്റെ അളവിൽ നിന്നുകൊണ്ട് തെറ്റും ശരിയും തീരുമാനിക്കാനല്ലേ നമുക്ക് നമ്മളെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളത്. ഉം. അപ്പൊ പിന്നെ
അതിന്റെ വിശാലതയിലൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ പറയും എന്തിനാണ് ഇബിലീസിനെ തന്നെ പിടിച്ചോണ്ടുപോയത്? ഒന്ന്, ഇബിലീസ് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഇബിലീസ് സുജൂദ് ചെയ്തില്ല, അള്ളാഹുവിനെ ധിക്കരിച്ചു. നമ്മളൊക്കെ തിന്മ ചെയ്യുന്നതും അള്ളാഹുവിൽ നിന്ന് മലക്കുകളോടല്ല, മനുഷ്യന്. മനുഷ്യന് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് മലക്കുകളോട് ആവശ്യപ്പെട്ടു. മലക്കുകൾ ചെയ്തു, ആ, ഇബ്ലീസ് ഇബിലീസ് ചെയ്തില്ല. ചെയ്തില്ല. ആ. നമ്മളൊക്കെ വഴികേടിലാവുന്നത് ഇബിലീസ് പഠിപ്പിച്ചിട്ടാണ്. ആ. അള്ളാഹുവിന്റെ അള്ളറത്തില് ഇബിലീസിനെ വഴികേടിലാക്കിയ ദുഷ്ടശക്തി, ദുഷ്പ്രേരണ, ആ ഇബിലീസ് ആരാണ്? അല്ല, അത് ഇബിലീസ് തന്നെയല്ലേ. ശരിക്കും നമ്മള് അയാൾ അന്ന് ഇബിലീസ് അല്ലല്ലോ. അതിന് വഴി തെറ്റിക്കാൻ വേറൊരാളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ്? പിന്നെന്താണ്? ഇബിലീസ് എന്ന സൃഷ്ടി അതിനുള്ള ഒരു കാരണമായി. സ്വയം ഇബിലീസ് ആയത് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. ആരുടെ പ്രേരണയാലാണ് അള്ളാഹുവിന്റെ ഹളറത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കാൻ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിക്ക് പ്രേരണ നൽകിയത് ആരാണ്? അയാൾ സ്വയം ചെയ്തുകൂടെ? ചെയ്യോ? ചെയ്യാൻ പറ്റില്ലാത്തത് എന്തുകൊണ്ടാ? നമ്മളിപ്പോ ഒരു മരം നട്ടു. നമ്മളിപ്പോ ഒരു മരത്തിന്റെ തൈ കൊണ്ടുവന്ന് നമ്മള് ഭൂമിയിൽ നട്ടു. അത് നമ്മൾ തന്നെ കഴിച്ച മാമ്പഴത്തിൽ നിന്ന്, ഇപ്പൊ മാവാണെന്നിരിക്കട്ടെ, നമ്മൾ തന്നെ കഴിച്ച മാമ്പഴത്തിൽ നിന്ന് നമ്മൾ ആ വിത്ത് കൊണ്ടുവന്ന് നമ്മൾ ഭൂമിയിൽ നട്ടു. നമ്മളതിനെ നമ്മളതിനെ പരിചരിച്ചു. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാം നമ്മൾ അതിനെ പരിചരിച്ചു കഴിഞ്ഞാലും അതിൽ കേടുവരാ എന്നുള്ളത് അത് മരം കൊണ്ടോ അല്ലെങ്കിൽ മരത്തിന്റെ അല്ലല്ല, ഞാൻ പറഞ്ഞേ നമ്മൾ എങ്ങനെയാണോ ആ മാവിനെ നമ്മൾ അവിടെ നട്ടത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത്, ദൈവത്തിൽ നിന്ന് വഴി തെറ്റിക്കുന്നത് പിശാചാണ്. പിശാച് ഉണ്ടായിരുന്നെങ്കിൽ അല്ല, ഈ ദൈവത്തിന് പിശാചിനെ സൃഷ്ടിക്കാൻ കഴിവുണ്ടെങ്കിൽ പിശാചിന് സ്വയമേ ഇതെല്ലാം ചെയ്യാനുള്ള കഴിവും ദൈവത്തിന് കൊടുത്തുകൂടെ? ദൈവത്തിന് കൊടുക്കാം. പക്ഷെ അന്ന് അയാൾ പിശാച് ആയിട്ടില്ലല്ലോ. അല്ല, അതാ പറഞ്ഞേ, പിശാചിന് തന്നെ ഇങ്ങനെ തോന്നല, അതായത് എല്ലാം സ്വയം തോന്നാനുള്ള ഒരു കഴിവ് പിശാചിന് കൊടുത്തു കഴിഞ്ഞാൽ പിശാചിന് തന്നെ ഇത് തോന്നിക്കൂടെ? സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സമയത്ത് മലക്ക് മാത്രം ധിക്കരിക്കട്ടെ എന്നത് ദൈവനിശ്ചയമാണ്. അങ്ങനെയല്ലേ? അതെ അല്ലേ? അതെ അല്ലേ? അപ്പൊ പിന്നെ പക്ഷെ അതൊരിക്കലും ദൈവം എഴുതിയ ഒരു തിരക്കഥയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് ദൈവത്തിന്റെ തീരുമാനത്തിന് അപ്പുറത്തേക്ക് അവിടെ സംഭവിച്ചോ? അല്ലല്ല, അതെങ്ങനെ ദൈവത്തിന്റെ തീരുമാനമാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാണ്ടല്ലോ. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ അള്ളാഹു ആവശ്യപ്പെട്ടു. അള്ളാഹു ഉദ്ദേശിച്ചത് മലക്കുകളും ഇബ്ലീസും സുജൂദ് ചെയ്യണം എന്നാണോ ആ വചനത്തിന്റെ? അതെ അതെ അതെ, എല്ലാവരും സുജൂദ് ചെയ്യണം എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. പക്ഷെ മലക്ക് സുജൂദ് ചെയ്തില്ല. സോറി, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അതെ. അപ്പൊ ഇബ്ലീസ് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിച്ചു. അതിനുള്ള അള്ളാഹുവിന്റെ ഖലാഇനെ മറികടക്കാൻ കഴിവുള്ള ആളായിരുന്നു ഇബ്ലീസ്. അതെ അല്ലെ? അള്ളാഹുവിന്റെ തീരുമാനത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ള ആളാണ് ഇബ്ലീസ്. തീരുമാനങ്ങൾക്ക് അതെ, അള്ളാഹുവിന്റെ അതുകൊണ്ട് ഒരിക്കലും ഖലാഇനെ ലംഘിക്കാൻ കഴിയുന്ന ആളാണ് ഇബ്ലീസ്. അല്ല, അങ്ങനെ ഒരിക്കലും അതിനെ പറയാൻ പറ്റില്ല. പിന്നെ ഇല്ല, അതെന്ത്, ഇപ്പൊ നമുക്കൊരു കുട്ടി ഉണ്ടായി. നമ്മൾ ഇങ്ങോട്ട് വരണ്ട, നമ്മൾ അള്ളാന്റെ നിൽക്കുക. കാരണം നിങ്ങളെ കുട്ടി ഉണ്ടാവലോ നമ്മളെ കുട്ടി ഉണ്ടാവലോ ഒന്നും അള്ളാഹുമായിട്ട് കമ്പാരിസൺ ഇല്ല. ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം കമ്പയർ ചെയ്യുമ്പോ സമാനമായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉള്ള സാധനങ്ങൾ വേണം കമ്പയർ ചെയ്യാൻ. അതാ പറഞ്ഞ, അങ്ങനെ കമ്പയർ ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് അറിവില്ല. ആദമിനെ സൃഷ്ടിച്ചു വെച്ചതിന് ശേഷം സുജൂദ് ചെയ്യാൻ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു ഇബ്ലീസും മലക്കുകളും എല്ലാവരും സുജൂദ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിരുന്നോ എന്നാണ് ചോദ്യം. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ എല്ലാവരോടും സുജൂദ് ചെയ്യാൻ പറയുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ഇതൊന്നും ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ നമുക്ക് പറ്റില്ല. അത് ബോധ്യമുള്ള കാര്യമാണല്ലോ. അള്ളാഹു അപ്പൊ ഇബ്ലീസ് മാത്രം അനുസരിച്ചില്ല, ഇബ്ലീസ് ധിക്കാരം കാണിച്ചു എന്ന് ഖുറാനിലില്ലേ? ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അള്ളാഹു ഇബ്ലീസും കൂടി സുജൂദ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അതന്നെ. അപ്പൊ അള്ളാഹു ഒരു മിനിറ്റ്, അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും ഇബ്ലീസും കൂടി സുജൂദ് ചെയ്യണമെന്നല്ലേ അതിന്റെ അർത്ഥം? അതെ അതെ.
അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ മറികടക്കാൻ അവിടെ അള്ളാഹുവിന്റെ മുൻപിൽ ആ അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ മറികടക്കാൻ കെൽപ്പുള്ള ആളാണോ ഇബ്ലീസ് എന്നാണ് എന്റെ ചോദ്യം. എ, നിങ്ങൾ ഇൻഷാ ഇത് അള്ളാന്ന് ഇതിൽ പറയണത് എന്തിനാ? നിക്ക് അള്ള നിങ്ങൾ ഒരു വിധിച്ചാലെന്നാണ്. കാര്യം പറയുമ്പോ ഇൻഷാ അള്ളാന്ന് പറയണത് എന്തിനാ? അള്ള അള്ള വിധിച്ചാൽ അത് നടക്കട്ടെ അള്ള എന്നുള്ളതാണ്. ഉദ്ദേശിച്ച കാര്യം മാത്രമേ നടക്കുള്ളൂ. അതെ. ഇബ്ലീസ് സുജൂദ് ചെയ്യണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നോ? അതാണ് ചോദ്യം. അത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ ചിലപ്പോ ഇത് തന്നെ ഉണ്ടാവും. അതായത് ഇങ്ങനെ നിരസിക്കുമെന്ന് ഉള്ളതും പിന്നെ അത് അള്ളാഹുവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനം ആ, ഇബ്ലീസ് സുജൂദ് ചെയ്യരുത് എന്നാണ് അല്ലെ? അതെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹുവിനെ ഇബ്ലീസ് ധിക്കരിച്ചു എന്ന് പറയണതിൽ എന്താ തെറ്റ്? ഇബ്ലീസ് അള്ളാഹുവിന്റെ ഉദ്ദേശമല്ലേ നടപ്പിലാക്കിയത്? പറയേ, നിങ്ങളെ തലച്ചോറ് ഇന്ന് കഞ്ഞിവെള്ളാവും. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമുള്ള തീരുമാനങ്ങളായിരിക്കാം അത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം നമ്മളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കൽ ഇതിനെന്താ ഇത്ര ആഴത്തിൽ അറിയാനുള്ളത്? അള്ളാഹുവിന്റെ തീരുമാനം, ഖദീർ ആണ് അള്ളാഹു. എല്ലാത്തിനും കഴിവുള്ള ആളാണ് അള്ളാഹു അല്ലെ? അതെ. അള്ളാഹുവിന്റെ ഉദ്ദേശം മാത്രമേ നടക്കുള്ളൂ ലോകത്ത് അല്ലെ? ഒരു ഇല എപ്പോൾ വീഴണം, എവിടെ വീഴണം എന്ന് അള്ളാഹു തീരുമാനിക്കുന്നത്. അതെ. ആദമിനെ സൃഷ്ടിച്ചു വെച്ച് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സമയത്ത് ആരൊക്കെ സുജൂദ് ചെയ്യണം, ആരൊക്കെ സുജൂദ് ചെയ്യണ്ട എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു നമ്മളെയൊക്കെ പറഞ്ഞു പറ്റിക്കല്ലേ ഇബ്ലീസ് അനുസരണക്കേട് കാണിച്ചു? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നില്ലല്ലോ ഇബ്ലീസ് സുജൂദ് ചെയ്യണമെന്ന്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇബ്ലീസ് സുജൂദ് ചെയ്യുമായിരുന്നില്ലേ? ചെയ്യുമായിരുന്നു. എന്തെങ്ങൾക്ക് അള്ളാഹിനുള്ള വിശ്വാസം പോണ്ടോ നിങ്ങൾക്ക്? ഇല്ലില്ല. ആ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അല്ലേ, ഞാൻ അവരെ ഞാൻ എല്ലാവരെയും പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് നേർവഴിയിലാക്കുമായിരുന്നു എന്ന് ഖുറാനിലില്ലേ? ഞാൻ അല്ല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരും നേർമാർഗത്തിലാകുമായിരുന്നു എന്ന് ഖുറാനിലില്ലേ? ഉണ്ട്. എന്ന് പറഞ്ഞാൽ നേർമാർഗത്തിലാവാത്തവർ നേർമാർഗത്തിലാവണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നല്ലേ? അതെ. അള്ളാഹു ഉദ്ദേശിച്ചവർ മാത്രല്ലേ മുർത്തതായിട്ടുള്ളൂ? അതെ. ഇതിലുണ്ടല്ലോ, എന്ത് പ്രശ്നമാണ്. അപ്പൊ ഇനി നമ്മള് മെയിൻ വിഷയത്തിലേക്ക് തിരിച്ചു അവിടുന്ന് നമ്മൾ വഴിവെറ്റി പോകും. ഇങ്ങനെ ഇബിലീസ് ആക്കി മാറ്റണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ നരകം ഇബിലീസ് ആവുന്നതിന് മുൻപ് നരകം സൃഷ്ടിച്ച അള്ളാഹുവിന്റെ ലോജിക്ക് എന്താ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും അടുത്ത സ്റ്റെപ്പ് കൂടി എത്തുമ്പോ. ഈ ധിക്കാരത്തിന്റെ പേരില് അള്ളാഹു ഇബിലീസിനെ സ്വർഗത്തിന് പുറത്താക്കി അല്ലെ? അതെ. പുറത്താക്കി. ആദമും ഹവ്വ എവിടെ ഉണ്ടായിരുന്നെ? സ്വർഗത്തിലായിരുന്നു. സ്വർഗത്തില്. ഈ സ്വർഗത്തിൽ എന്നിട്ട് തിന്നാൻ പാടില്ലാത്തൊരു കനി ഉണ്ടാക്കി അല്ലെ? അതെ. സ്വർഗത്തിൽ അരുതുണ്ടാവോ? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടോ സ്വർഗത്തില്? ഉണ്ടാവോ? ഉണ്ടെങ്കിൽ അത് സ്വർഗാവോ? സ്വർഗത്തിൽ അള്ളാഹു പരീക്ഷിക്കുവോ? എന്തിനാ പരീക്ഷിക്കണേ? പരീക്ഷണം കഴിഞ്ഞിട്ട് കിട്ടുന്ന സമ്മാനല്ലേ സ്വർഗം. അത് നമ്മുടെ ഈ അതിലേക്ക് നിങ്ങൾ പോണ്ട. ഭൂമിയിലെ നിങ്ങൾ ജീവിതങ്ങൾക്ക് വെറുതെ ചിന്തിച്ചാൽ ശേഷമുള്ള മതി. ഒരു കാര്യമാണല്ലോ. ശരി, വെറുതെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. മെയിൻ പോയിന്റ് അതല്ല. ഈ ഇബ്ലീസ് പിന്നെ ഈ പിശാച് വന്നിട്ടല്ലേ ആദമിനെ അല്ല ഹവ്വയെ പ്രേരിപ്പിക്കുന്നത് ഈ പഴം തിന്നാൻ അല്ലേ? അതെ. അള്ളാഹ് സ്വർഗത്തിന് പുറത്താക്കിയതല്ലേ ഇബ്ലീസിനെ? അതെ. പിന്നെ എങ്ങനെ ഇബ്ലീസ് അതിന്റെ ഉള്ളിൽ പിന്നെയും കയറി? അല്ലത് അള്ളാഹു ഒരു തീരുമാനിക്കാതെ പാമ്പായി വന്നു എന്നുള്ളതല്ലേ പറയുന്നത്? ആയിക്കോട്ടെ. അള്ളാഹു ഉദ്ദേശിക്കാതെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അതിർത്തി ലംഘിച്ച് ഇബ്ലീസ് കയറുവോ? അതിനുള്ള പവർ ഈ ബിലീസിന് അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിലോ? സ്വർഗത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള പവറോ? അതെ. അങ്ങനെയാണെങ്കിൽ അത് ആര് കൊടുത്ത കഴിവാ? അള്ളാഹു കൊടുത്ത കഴിവ്. അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് ഇബ്ലീസ് വന്നിട്ട് ഹവ്വയെ പഴപ്പിക്കണം എന്നത് അല്ലെ? അതെ. അല്ലേ? ആയിരിക്കും. ആയിരിക്കുന്നില്ല, ആണ്. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഒരിക്കലും അള്ളാഹു അതിനു വേണ്ടി എന്തെങ്കിലും അള്ളാഹു ചെയ്തു അതിനു വേണ്ടി എന്നുള്ളതല്ല നമ്മൾ ആസൂത്രണം ചെയ്തതാണ്. വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിന്റെ അല്ലല്ല തിരക്കഥയാണ് അല്ലല്ല പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അല്ലല്ല തിരക്കഥയാണ് ഇതെല്ലാം. അല്ലല്ല അതിന് വേണ്ടി അള്ളാഹു കൊടുത്ത അതിനു വേണ്ടിയാണ്. കഴിവാവണമെന്നില്ല. കാരണം ആദ്യം നിനക്ക് ഇങ്ങനെ ഹവ്വ പിഴച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹവ്വ പഴം കഴിച്ചു, ആദമിനെ കൊണ്ട് കഴിപ്പിച്ചു, പിന്നെ അള്ളാഹ് വന്ന് കഴുത്ത് പിടിച്ചു, ജിബ്രീല വന്ന് കഴുത്ത് പിടിച്ചു, അങ്ങനെ അല്ലെ? അങ്ങനെ ആഡംസ് ആപ്പിൾ ഉണ്ടായി. ഇതല്ലേ കഥ? ഇല്ല, ഇതിലുണ്ടല്ലോ, നമ്മളിപ്പോ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഭൂമിയിലേക്ക് വരണം. കത്തി കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഒരാൾ കത്തി വെച്ച് ഒരാളെ കുത്തി കൊന്നതെന്ന് പറയുമ്പോ
അയാള് അല്ലല്ലോ കൊല്ലാൻ കാരണം അതും കത്തിയാന്ന് ഒരിക്കലും പറയാൻ അതും പാടില്ല. ഇതുമായിട്ട് ഒരു കമ്പാരിസണും ഇല്ല. അല്ലല്ല, കമ്പാരിസൺ അല്ല ഉണ്ട്. ഒരു കമ്പാരിസണും ഞാൻ ഇല്ല. പറഞ്ഞു തരാം, എവിടെ? ഞാൻ പറഞ്ഞു തരാം. പറയൂ. അതായത് ആ ഒരു കത്തി സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് ഒരാള് കുത്തിക്കൊന്നതെന്ന് പറയുമ്പോ ആ അയാള് കൊല്ലാൻ കാരണം ഒരിക്കലും എന്നാ കത്തിയല്ല. അയാൾക്ക് കൊല്ലണം. എന്നാ ശരി ശരി, കത്തി ആ, കറി അറിയാനാണ് അതെ, ഉണ്ടാക്കിയത്. കത്തി അതെങ്ങനെ കറി അറിയാനാണ് ഉണ്ടാക്കിയത്. അതെ ഒരു അതെ മിനിറ്റ്. അത് ശരി, അതെന്തുകൊണ്ട് ഇതിൽ ഉപമിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാം. ഇബിലീസിന് ഇബിലീസിന് വേറെ ഇബിലീസിന് എന്തായിരുന്നു ഉദ്ദേശം അല്ലല്ല അള്ളാഹുവിന്റെ? അല്ലല്ല പറയാം. ഇബിലീസിന് സ്വർഗത്തിൽ കയറാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ ആ കഴിവ് അത് കൊടുത്തത് കൊണ്ടാണ് ഇത് ചെയ്തതെന്നല്ല. അത് ഇത് അല്ലല്ല ചെയ്യാൻ വേണ്ടി ഒരു ആ മിനിറ്റ്, കഴിവിനെ ഉപയോഗിച്ചു എന്നുള്ളതല്ലേ ഒരു നമ്മൾ മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മനസ്സിലാക്കണ്ടേ. മിനിറ്റ്, ഒരു മിനിറ്റ്. അള്ളാഹു സ്വർഗത്തിൽ കയറിക്കോട്ടെ എന്ന് തീരുമാനിച്ചു, പക്ഷെ അത് ആ, ഇങ്ങനെ പഴപ്പിക്കും എന്നുള്ളത് വിചാരിച്ചില്ല. അങ്ങനെയാണോ? അങ്ങനെയല്ല. ആ അതായത് അള്ളാഹു ഇബിലീസ് മലക്കുകളുടെ ഉസ്താദായി അവിടെ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവും ഇബിലീസും തമ്മിലുള്ള ഈ ഒരു ആ, ഇഷ്ടക്കുറവ് ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഉം. അള്ളാഹു ഇബിലീസിന് അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ എങ്ങനെ പ്രശ്നങ്ങളെല്ലാം എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അല്ല അതായിരിക്കും, നിങ്ങൾ അതല്ല എന്ന് സങ്കല്പിക്കല്ലേ? അതല്ല എന്ന് നമ്മൾ അങ്ങനെ വരുമ്പോ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വരുമ്പോ അങ്ങനെ എന്താ വെച്ചാലേ, ആ, അള്ളാഹു ആണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആള്. ആ, അള്ളാഹു തീരുമാനിച്ചതിന്റെ അപ്പുറത്തേക്ക് ഒന്നും നടക്കൂല. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല. ആർക്കും അതിനുള്ള കഴിവില്ല. ആ, ഇപ്പൊ നിങ്ങൾ പിന്നെ എന്താ പറയാ, കോഴിക്കോട്ടേക്ക് പോകണം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചു. ആ, അവിടെ വരെ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അവിടെ മാളിൽ കയറണം എന്ന്. അവിടെ ഉം, ചെന്നപ്പോ നിങ്ങൾക്ക് തോന്നി മാളിൽ കയറാമെന്ന്. ഉം, പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ അള്ളാഹു നിങ്ങൾ കോഴിക്കോട് പോകണമെന്ന് ഉദ്ദേശിക്കണമെന്നും അവിടെ മാളിൽ കയറണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവണം, എന്നാലേ നടക്കുള്ളൂ. ഉം. അല്ലേ? അതെ. ആ. അപ്പൊ ഇബിലീസ് സ്വർഗത്തിൽ കയറണമെന്നും ഇബിലീസ് ഉം, സ്വർഗത്തിൽ കയറിയിട്ട് അവയെ പിഴപ്പിക്കണമെന്നും അവയോട് തെറ്റിദ്ധരിപ്പിക്കണമെന്നും അള്ളാഹു തീരുമാനിച്ചു. ഉം, അള്ളാഹു തീരുമാനിച്ചതിന് അപ്പുറത്തേക്ക് ഇബിലീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹിന് ഈ പണിക്ക് പറ്റൂല. ഉം, മനസ്സിലായോ? അള്ളാഹുവിന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് ഇബിലീസിന് അനിയന്ത്രിതമായിട്ടുള്ള ശേഷി അള്ളാഹ് കൊടുത്തുണ്ടെങ്കിൽ പിന്നെ ആ. ഇബിലീസിനെ അള്ളാന്ന് വിളിക്കണല്ലേ നല്ലത്. അപ്പോ ഇനി നിങ്ങൾ ഇതിനെയൊക്കെ കൂടെ എന്നിട്ട് ഇതിന്റെ ശിക്ഷയായിട്ട് മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു, ഉം, പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട്. ആ, മനുഷ്യരെ പിഴപ്പിക്കും എന്ന് ഇബിലീസ് ശപഥം ചെയ്തു. അള്ളാഹു അതിന് പെർമിഷൻ കൊടുത്തു. ആ. ഈ പെർമിഷൻ കൊടുക്കുന്നത് ഇവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുൻപാണോ ശേഷാണോ? ഈ മനുഷ്യരെ മുഴുവൻ ഞാൻ ഉം, നിന്റെ വഴിയിൽ നിന്ന് തെറ്റിക്കും, അവരെ മുഴുവൻ നരകാവകാശികളാക്കും എന്ന് ഇബിലീസിൽ ഭൂമിയില് സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്നും ഭൂമിയിലുള്ള മനുഷ്യരെ മുഴുവൻ ഞാൻ വഴികേടിലാക്കുമെന്നും അള്ളാഹുവിനോട് ഇബിലീസ് ആവശ്യപ്പെടുന്നതും അള്ളാഹു അത് സമ്മതിച്ചു കൊടുക്കുന്നതും ആദമിനെയും ഹവ്വയെയും സ്വർഗത്തിന് പുറത്താക്കിയതിനു ശേഷമാണോ മുൻപാണോ? ഉം. അതിന് മുന്നേ ആയിരിക്കും. എങ്ങനെ ഇബിലീസിന് മനസ്സിലായി ഇവര് സ്വർഗത്തിന് പുറത്താവുന്ന? അല്ല, അള്ളാഹുവിന്റെ അത് അള്ളാഹുവിന്റെ മനസ്സിലുള്ള സ്വർഗത്തിന് സങ്കല്പം. ഒരു മിനിറ്റ്. അവര് സ്വർഗത്തിലേക്ക് താമസിപ്പിച്ച് അനുസരണക്കേട് കാണിച്ച് സ്വർഗത്തിന് പുറത്താക്കുന്ന സമയത്ത് തന്നെ ഇബിലീസ് അള്ളാഹുവിൽ നിന്ന് ഭൂമിയിലുള്ള മനുഷ്യരെ പഴപ്പിക്കാനുള്ള പെർമിഷൻ എടുത്തിട്ടുണ്ട്. ഉം, പക്ഷെ ആദമോ ഹവ്വ, ആകെയുള്ള മനുഷ്യൻ ആദമോ ഹവ്വയാണ്. ഒരു സ്വർഗത്തിലാണേനും ഉം, ഇവര് ഭൂമിയിലേക്ക് വരുന്ന ഇബിലീസിനോട് ആരാ പറഞ്ഞത്? ഉം. ഉം? ഇതൊക്കെ നമുക്ക് മറുപടി പറയാൻ പറ്റുന്നതിന് അപ്പുറമുള്ള കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതില് ഇത് ഇതില് വിശ്വസിക്കാനൊന്നുമില്ല. ഇത് ഒരു കഥയുണ്ട്. അതായത് ഒരു ഒരു പിന്നെ മണ്ടനായ നോവലിസ്റ്റ് ഉം, ഒരു നോവൽ എഴുതിയാല് ഉം, ആ നോവലിലെ ഏറ്റവും ബുദ്ധിമാനായ കഥാപാത്രത്തിനെ ഉം, ഈ മണ്ടനായ നോവലിസ്റ്റിന്റെ അത്ര ബുദ്ധി ഉണ്ടാവുള്ളൂ. ഉം, മനസ്സിലായോ നിങ്ങൾക്ക്? ഉം, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള സീക്വൻസസ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഉം. അന്ന് ഇത് പറയുമ്പോ ഇത്രയൊന്നും ലോജിക്കലായിട്ട് ആലോചിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ആലോചിക്കാനുള്ള ശേഷി അവർക്ക് ആ കാലത്ത് ഉണ്ടാവില്ല. അത് അവരെ കുറ്റമല്ല. പക്ഷെ നമുക്ക് ഇന്ന് അതൊക്കെ അറിയാം. ഇതൊരു ബാലരമയിൽ പോലും ഇത്രയും ഇല്ലോജിക്കൽ ആയിട്ടുള്ള കഥകൾ നമുക്ക് ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടില്ല. കോമിക്സിൽ പോലും. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്മാർ എഴുതി ഉണ്ടാക്കിയ
പറഞ്ഞു കൂട്ടി പിന്നീട് രേഖപ്പെടുത്തി വെക്കപ്പെട്ട കഥയാണ്, കെട്ടുകഥയാണ് ഇതൊക്കെ. ഈ അള്ളയും ഈ പിശാചും ഈ ആദം നബിയും ഒക്കെ ഇതൊന്നും യാഥാർത്ഥ്യമോ വസ്തുതയോ അല്ല. അത് സിമ്പിളാണ്. ഞാൻ ഈ പറഞ്ഞ ലോജിക്ക് മാത്രം മതി ഒരു സാമാന്യമായിട്ടുള്ള ഒരു വിശ്വാസിക്ക്, ലോജിക്ക് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ. ഇതിൽ കൂടുതലൊന്നും ഇതിൽ ഗവേഷണം പോലും ചെയ്യേണ്ട കാര്യമില്ല ഉം. എന്നാണ് അല്ല, എന്റെ എനിക്ക് ബോധ്യം. ഇക്കാലത്ത് ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള അറിവ് എനിക്കില്ല. ഉം. ആ, അറിവുള്ള ആൾക്കാരോട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചോളി, ഡോലെ എന്ത് ഉത്തരം അല്ല, പറഞ്ഞു നോക്ക്. ഓരതിന് പഠിക്കണമെന്നാണല്ലോ ഇസ്ലാമും പറയണേ. അവര് നിങ്ങള് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അവര് ഈ പറയുന്ന മൂല്യന്മാര് പറയുന്ന ഉത്തരം കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഉം, നമ്മൾ അങ്ങനെയൊന്നും കടന്ന് ചിന്തിക്കാൻ പാടില്ല. അത് പിശാച് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് ഇങ്ങനത്തെ വസ്വാസുകള്. ഉം, ഈ ആരുടെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഉം, ഉം. അങ്ങനത്തെ പിന്നാലെ ഒന്നും പോകരുത്. അല്ല, ഞാൻ ഇക്കാടെ വീഡിയോ കണ്ടപ്പോ ഞാൻ ഇതാണ് ആകെ ഉസ്താദ്മാര് പറഞ്ഞുതരാ. നിങ്ങളിപ്പോ ഈ ചോദ്യം പോയി ചോദിച്ചാല് എനിക്ക് ഞാൻ മനസ്സിലായി. അതാണ് ഉസ്താദ്മാര് പറഞ്ഞുതരാ. ഉം, ഉം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇക്കാടെ വീഡിയോ ഇങ്ങനെ 2-3 വീഡിയോസ് ഞാൻ കണ്ടിട്ട് അത് വീണ്ടും റിപ്പീറ്റഡ്ലി കണ്ടിട്ടുണ്ട്. ഉം. ആ, അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിക്കണേ എന്നുള്ളൊരു ഇപ്പൊ ഒരു കൗതുകം ഐഡിയ കിട്ടിയില്ലേ എനിക്കുണ്ടായിരുന്നു. ഉം. ഞാൻ പിന്നെ എങ്ങനെയൊക്കെ അതേപോലെ ചിന്തിക്കുന്നുണ്ട് ഞാൻ എന്നുള്ളത്. അതെ, അതെ, അതെ. പിന്നെ അതേപോലെ തന്നെ എനിക്കുള്ള സംശയമായിരുന്നു ഇത്, അതായത് നമുക്ക് തോന്നി ഇതിപ്പോ ഉം. വിശ്വാസമില്ല, നമുക്ക് ഇത് ശരിയല്ല എന്നുള്ള ഒരു തോന്നൽ തോന്നിയതിന് ശേഷവും ഉം. പിന്നീട് നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരും, പല കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനത്തെ അതാണ് ഒരു ഞാൻ പറഞ്ഞത്. നമുക്ക് സാഹചര്യത്തിൽ ഇതൊന്നും പോലും ശരിയല്ല ഇങ്ങനെ ഒരു എന്നൊരു മതം. തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ആ തോന്നലിനെ കൺഫേം ചെയ്യാനല്ല ഞാൻ മതം പഠിച്ചത്. ഉം, ഞാൻ മതം പഠിച്ചത് ഈ മതം ശരിയാണെന്നും ശരിയായ ആശയങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളണം എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് തമ്മിൽ തല്ലുന്ന മൂല്യന്മാരിൽ നിന്ന് മാറി സ്വതന്ത്രമായിട്ട് ഇത് പഠിക്കണം എന്ന ചിന്തയിൽ മതം പഠിച്ച ആളാണ്. അപ്പൊ ഉം, സംശയങ്ങൾ ഉണ്ടായി വരുമ്പോ ആ സംശയങ്ങളൊക്കെ ഇബ്ലീസ് ഉണ്ടാക്കുന്ന വസ്വാസാണെന്നും അതൊക്കെ ഉം, പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ടെന്നും അതിനെ മറികടക്കണം എന്നും ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി ആഴത്തിൽ കുറച്ചുകൂടി തഖ്വയിൽ പഠിക്കാൻ ശ്രമിച്ചതാണ്. ഉം. അപ്പൊ അങ്ങനെ ഇപ്പോഴും പഠനം തുടരണ്ടോ? പഠനം ഇപ്പൊ വായനകളുണ്ട്, ഇതൊക്കെ തന്നെ വായിച്ചുകൊണ്ടിരിക്കണം ഇപ്പോഴും. അത് ഉം, നമ്മൾക്ക് നമ്മളുടെ ബോധ്യങ്ങളെ കൂടുതൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതല്ലാതെ തിരിച്ച് ഒരു ഒരു എന്താ പറയാ, തിരിച്ച് ഇതൊക്കെ ശരിയാണല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു സാധനം ഞാൻ ഇതുവരെ പിന്നെ കണ്ടെത്തിയിട്ടില്ല. ഉം. അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അത് പറയാം. നിലവിലില്ല. അതായിരുന്നു എന്റെ സംശയം. ഞാൻ ഇക്കടുത്ത് ചോദിച്ചതും അത് തന്നെയാണ്. അതിനുള്ള സാധ്യത ഇല്ല. കാരണം ഇതിലെ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് എന്ന് പറഞ്ഞാല് പിന്നെ ഈ ഉസ്താദുമാർ തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ വാറോല എന്ന് പറയുന്ന പാളക്കിതാബുകളാണ്. അതിലൊന്നും വലിയ കാര്യമില്ല. ഈ പഠിച്ചതിൽ കൂടെ തന്നെ പിന്നെയും പോകുന്നുണ്ടോ അത് ഞാൻ ഇത്? ഇപ്പൊ പോകും, അത് പഠിച്ചതിലൂടെ തന്നെ പിന്നെയും പോകും. ഉം, അങ്ങനെ പോകുമ്പോൾ നമുക്ക് പുതിയ പുതിയ ലോജിക്കുകൾ കിട്ടും. അതൊക്കെ നമ്മുടെ നിലവിലുള്ള ബോധ്യങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന സാധനങ്ങളാണ്. ഉം, വ്യത്യസ്തമായ ഒന്നും ഇതുവരെ വന്ന് കിട്ടിയില്ല. അങ്ങനെ ഇതൊക്കെ ഉം, ശരിയാണ് എന്ന് ഉള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്ന് അന്വേഷിച്ച് ആഗ്രഹിച്ച് കുറെ കാലം പഠിച്ച് മീൻസ് ഇതിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല. ഇതിന്റെ പ്രശ്നം ഇതാണ്, ഉം, ഇത് ഈ പറയുന്ന അവകാശവാദം പോലെ ഒന്നുമല്ല ഇത്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്കിടയിൽ രൂപപ്പെട്ട ഒരു ആശയം ഒരു മനുഷ്യനോ ഒന്നിലധികം മനുഷ്യരോ ചേർന്ന് ഈ രൂപത്തിലാക്കിയെടുത്തു. അത് കാലക്രമേണ ഈ രൂപത്തിലായതാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഇസ്ലാം അല്യവും അക്മൽത്തുലക്കും ദീനുക്കും എന്ന് പറയുന്ന സമയത്തൊന്നും ഇങ്ങനെ ഇപ്പൊ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു ഇസ്ലാം ഇല്ല. അതൊക്കെ ഉം. കാലങ്ങൾ കൊണ്ട് ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട് വന്നതാണ്. ഓക്കെ, എന്തായാലും അല്ല, ഇക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് വരിക? പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യാം. ബുദ്ധിമുട്ട് വരുമ്പോ എന്താ? അതിനപ്പുറം ഇത് നമുക്കൊരു ഒരു അതായത് ആ, നെവർ എവർ ഇല്ല. ആ, നിങ്ങൾ ചോദിച്ച മനസ്സിലായി, ആ, ഒരാശ്രയല്ലേ. അതെ, അതെ. നമുക്ക് ആശ്രയിക്കാവുന്നത് നമ്മളെ ചുറ്റുമുള്ള മനുഷ്യരെയാണ്. ഉം, വേറെ ആരെ ആശ്രയമല്ല നമുക്ക്. ഉം, ഉം. മറ്റതൊക്കെ ഇതിപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരാൾ കിണറ്റിലേക്ക് വീണു വിചാരിച്ചോ, ഉം. മമ്പർത്ത തങ്ങളേന്ന് വിളിച്ചിട്ട് ചാടാം, അല്ലെങ്കിൽ വീഴാം, അല്ലാന്ന് വിളിച്ചിട്ട് ചാടാം. ഒന്നും ഉം. മിണ്ടാതെ ഞാൻ കിണറ്റിൽ വീണു, നീ വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞിട്ടും പോവാൻ താഴ്ത്തോട്ട്. അത്രേ ഉള്ളൂ, വേറെ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ല, ഇതിപ്പോ
ഇതിപ്പോ നിങ്ങൾ ഇതിങ്ങനെ പ്രചരണം ഉണ്ടല്ലോ, അതായത് ഇത് തെറ്റാണെന്നുള്ളൊരു പ്രചരണവും ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ നാളെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് തെറ്റാണെന്നല്ല, ശരിയാണ് ഈ എന്ന് ഈ തോന്നിക്കഴിഞ്ഞാൽ ശരിയാണെന്നുള്ള ബോധ്യമാണ്, എന്റെ ബോധ്യമാണ് ആളുകളോട് പറയുന്നത്. അതെ ആ, അതെ, ഇനി മാറ്റങ്ങൾ സംഭവിക്കാൻ മാറ്റങ്ങൾ സാധ്യതയുണ്ടല്ലോ. സംഭവിച്ചാൽ അത് ഞാൻ കാര്യകാരണ സഹിതം പറയും. നമ്മളെ മറ്റേ എന്താണ് അയ്യും മൂലയും പോയ പോലെ പോവില്ല. അല്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് ഇത്രയും, അതായത് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഇത്രയും ആളുകളെ നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഉം. മതത്തിലേക്ക് ആള് വരുന്നതിനാണ് പരസ്യം കിട്ടുക. മതം വിട്ട് ആ, പോകുന്നതിന് പരസ്യം ഇല്ല. അന്ന് പള്ളി ദർസിലൊന്നും കേൾപ്പിക്കൂലല്ലോ. ഇപ്പൊ അതെ. ഞാനെങ്ങാനും ഇപ്പൊ നാളെ ഷഹാദത്ത് കലിമ ചെല്ലാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് പള്ളിയിലാണ് ഇപ്പൊ അത് ഉണ്ടാവാതിരിക്കുക, പറയാതിരിക്കുക? ഉം. ഞാൻ നടത്തുന്ന വിമർശനമൊന്നും പള്ളിയിൽ കേൾപ്പിക്കൂലല്ലോ, ആൾക്കാർക്ക് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനേക്കാളും പബ്ലിസിറ്റി ഇപ്പൊ കിട്ടും. ഈ പ്രചരണത്തിലൂടെ നിങ്ങൾക്ക് നഷ്ടങ്ങളല്ലേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതെ. ആ നഷ്ടങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതും കൂടിയും ഈ പ്രചാരണത്തിന്റെ ഒരു കാരണം. അതായത് ഇത് ഇങ്ങനെയൊക്കെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് സോഷ്യലി. അതും തെറ്റാണ്. അപ്പൊ അതിനെതിരെ പ്രതിഷേധിക്കലും നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നണു. ഉം. ഓക്കെ, നിങ്ങൾ എന്തായാലും ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. എന്നാലും എങ്ങനെയാണ് ഇബിലീസിന് മനസ്സിലായത് നമ്മൾ ആദം നബിയും ഹവ്വാ ബീവിയും ഭൂമിയിലേക്ക് എത്തുമെന്ന്? എങ്ങനെ ഇബിലീസിന് മനസ്സിലായി? നിങ്ങൾ മാത്രം ഉസ്താദിനോട് ചോദിച്ചു നോക്കി. അപ്പൊ നിങ്ങൾക്ക് ഉം. ഉത്തരം കിട്ടും. ഞാൻ ഈ പറഞ്ഞ 4-5 ഉത്തരത്തിൽ ഒന്ന് ഉസ്താദ് പറയാം, അല്ലെ അസംസ്കരിക്കാൻ സമയമായി, നമുക്ക് പിന്നെ സംസാരിക്കാറി. ഇതായിരിക്കും മാക്സിമം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, അല്ല, എന്തായാലും അതിനെക്കുറിച്ച് പഠിച്ചു നോക്കാം. ആയിക്കോട്ടെ, പഠിച്ചു നോക്കൂ. എന്തായാലും കണ്ടു കിട്ടുകയാണെങ്കിൽ പറയൂ. ഉം.